ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വിഭവം ഒരു പാവയ്ക്ക മെഴുക്കുവരട്ടിയാണ്. അപ്പം അതിനായിട്ട് കടായി വെച്ചു, എണ്ണ ഒഴിച്ചു. പാവയ്ക്ക നമ്മൾ നീളത്തിൽ ചെറിയ പാവയ്ക്ക ഇതുപോലെ അരിഞ്ഞ് റൗണ്ടായിട്ട് അരിഞ്ഞാണ് ഞാൻ മെഴുക്ക് വരട്ടുന്നത്. അതെല്ലാം നീളത്തിൽ കട്ട് ചെയ്ത് നീളത്തിൽ അരിയാം. അപ്പോൾ അതിലേക്കൊരു മീഡിയം സൈസ് സവാളയും എരിയുള്ള 2-3 പച്ചമുളക്. പച്ചമുളകിന് നല്ല എരിവ് ഉണ്ടാകും, കാരണം എക്സ്ട്രാ അതിനകത്തേക്ക് മുളക് പൊടിയൊന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ അത് നല്ലതായിട്ട് വഴറ്റി വെള്ളമയം ഒന്ന് തോരുമ്പം ശകലം ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചിട്ട് തോർത്തെടുക്കും. ഇത്രയേ ഉള്ളൂ മെഴുക്ക് പുരട്ടി. അപ്പോൾ നമ്മളതിനായിട്ട് നല്ലതായിട്ട് വെള്ളമയം മാറുന്ന വരെ നല്ലതായിട്ട് ഇളക്കണം. വെളിച്ചെണ്ണയ്ക്കകത്ത് ചെയ്യുന്നതാണ് കുറച്ചുകൂടി ടേസ്റ്റ്. ഇതിന് മുളകിൻ്റെ എരിയാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. ആ പച്ചമുളകിൻ്റെ എരിയിൽ നമ്മൾക്ക് ഈ ഒരു പാവയ്ക്ക മെഴുക്ക് പുരട്ടി കൂട്ടി തരുന്ന ഒരു പ്ലേറ്റ് ചോറും ഇത് മാത്രം കൂട്ടി കഴിക്കാൻ പറ്റും. അങ്ങനെയാണ് പാവയ്ക്കയുടെ ഇവിടെ പിന്നെ ഇത് എപ്പോഴും ഒന്നും ചെയ്യാറില്ല. പാവയ്ക്കൊന്നും കുട്ടികൾക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ട് നമ്മൾ സ്കൂളിലൊക്കെ കൊണ്ടുപോകുമ്പോൾ കുട്ടികൾ കഴിക്കുന്നതും കൂടെ വേണ്ടേ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ സൈഡ് ഡിഷായിട്ടാണ് ചെയ്യുന്നത്. അവരുടെ എല്ലാം കഴിയുമ്പോൾ അതിൻ്റെ സൈഡ് ഡിഷായിട്ടാണ് ഞാൻ വീട്ടിലിത് ചെയ്യാറ്. അപ്പോൾ നമ്മൾ നല്ലതായിട്ട് വെള്ളമയം തോരുന്നവരെ തോർത്തി എടുത്തിട്ട് ഉപ്പിടുമ്പോൾ നല്ലതായിട്ടൊന്ന് മയം വരും. മയം വന്ന് ശകലം മഞ്ഞൾപ്പൊടി, കണക്കൊന്നുമില്ല, ഞാൻ എൻ്റെ ഒരു 1/2 സ്പൂൺ കണക്ക് മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്തിട്ട് ഞാൻ നല്ലതായിട്ടൊന്ന് ആവി കയറ്റി ഒരു 5 മിനിറ്റ് തീ കുറച്ച് വെച്ച് നല്ലതായിട്ടൊന്ന് ആവി കയറ്റിയെടുക്കും. നല്ലതായിട്ടൊന്ന് ആവി കയറട്ടെ, നമുക്കൊന്ന് മൂടി വയ്ക്കും. അത് കഴിഞ്ഞ് ഒരു 5 നിമിഷം കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ നല്ലതായിട്ട് തോർത്തി ഇളക്കി നമുക്ക് എത്രത്തോളം വേണം. ഇപ്പം നമുക്കാണെങ്കിൽ ഒരുപാട് അങ്ങ് ഡീപ്പ് ഫ്രൈ ഒന്നും ആകണ്ട. അപ്പോൾ അതുകൊണ്ട് ഒരുവിധം തോർത്തി എടുക്കുന്നതാണ്, കയ്പ്പൊക്കെ ഇഷ്ടമുള്ളത് കൊണ്ട്. അപ്പോൾ നല്ലതായിട്ട് കുറച്ച് നേരം വെച്ച് അതിൻ്റെ ഇടയ്ക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്ത് കഴിഞ്ഞ് 1-2 പ്രാവശ്യം ഇളക്കി നമുക്ക് ഇത് യൂസ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം. നമ്മുടെ പാവയ്ക്ക മെഴുക്ക് വരട്ടി റെഡിയായി. ഓക്കെ, താങ്ക് യു.